നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വന്ധ്യതയെക്കുറിച്ചും നൂതന ചികിത്സാ മാർഗങ്ങളെക്കുറിച്ചുമാണ് ഹലോ ഡോക്ടറിലൂടെ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. നമുക്കൊപ്പമുള്ളത് തിരുവനന്തപുരം യാന ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽസിന്റെ ഡയറക്ടറും അതുപോലെ തന്നെ ചീഫ് കൺസൾട്ടന്റുമായിട്ടുള്ള ഡോക്ടർ വിവേക് പോൾ വിദേത്തിലാണ്. ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഡോക്ടർ, നമ്മൾ ആദ്യം തന്നെ ചോദിക്കുന്നത്, വന്ധ്യതയുണ്ടോ എന്നറിയുന്നതിന് ദമ്പതികൾ എപ്പോഴാണ് ഡോക്ടറെ കാണേണ്ടതായിട്ടുള്ളത്? അതായത് എവിടെയാണ് നമ്മൾ ചികിത്സ നേടേണ്ടത്? വന്ധ്യത എന്നൊക്കറിയാം, ഒരു കപ്പിൾ കല്യാണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നോർമലായിട്ട് ഒരു വർഷം ട്രൈ ചെയ്തിട്ടും കുഞ്ഞുങ്ങളാവാത്ത ഒരു അവസ്ഥയാണ് വന്ധ്യത എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു 1 ഇയർ കഴിഞ്ഞതിന് ശേഷം ആവുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണുകയും പ്രത്യേകിച്ച് ഒരു വന്ധ്യത ഹോസ്പിറ്റലിലോ വന്ധ്യത സ്പെഷ്യലിസ്റ്റിനെ കാണുന്നത് തന്നെയാണ് ബെറ്റർ ആയിട്ടുള്ള കാര്യം. പക്ഷെ എല്ലാ സമയങ്ങളിലും ഒരു വർഷം വരെ വെയിറ്റ് ചെയ്യണമെന്നില്ല. ഫോർ എക്സാമ്പിൾ, സ്ത്രീയെ വൈഫിനെ സംബന്ധിച്ചിടത്തോളം പീരിയഡ്സ് കൃത്യമായിട്ട് വരുന്നില്ല, ഇറഗുലർ പീരിയഡ്സ് ആണ്, അല്ലെങ്കിൽ പീരിയഡ് സമയം നല്ല പെയിൻ ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ഒരു വർഷം വരെ വെയിറ്റ് ചെയ്യണമെന്നില്ല. അതുപോലെ ഹസ്ബൻഡ് എപ്പോഴെങ്കിലും ഒരു സെമൻ ടെസ്റ്റ് ചെക്ക് ചെയ്ത് സാമ്പിൾ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിലോ അതിന് നേരത്തെ ഡോക്ടറെ കാണാവുന്നതാണ്. അല്ലെങ്കിൽ ബന്ധപ്പെടുമ്പോൾ ലൈംഗികമായിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിലോ തീർച്ചയായിട്ടും ഡോക്ടറെ കാണാവുന്നതാണ്. എന്നാൽ നോർമലായിട്ട് രീതിയിൽ എല്ലാം ഓക്കെ ആണെങ്കിൽ, നോർമലായിട്ട് എല്ലാം കുഴപ്പമൊന്നുമില്ല, കൃത്യമായിട്ട് ആർത്തവം നടക്കുന്നുണ്ട്, കൃത്യമായിട്ട് എല്ലാ മാസവും പീരീഡ് വരുന്നുണ്ട്, ബന്ധപ്പെടുമ്പോൾ വേറെ പ്രോബ്ലംസ് ഇല്ല, നോർമലായിട്ട് ട്രൈ ചെയ്യുന്ന കുഴപ്പമില്ലെങ്കിൽ ഒരു വർഷമായിട്ടും കുഞ്ഞുങ്ങളാവുന്നില്ല എങ്കിൽ ഡോക്ടറെ കണ്ട് ഒരു വിദഗ്ധ ഒരു ഉപദേശം തേടാവുന്നതാണ്. ഡോക്ടർ, അതുപോലെ തന്നെ നമ്മൾ എന്തെല്ലാം ടെസ്റ്റുകളാണ് നിർബന്ധമായിട്ടും നടത്തേണ്ടതായിട്ടുള്ളത്? ഇപ്പം ഒരു കൺസൾട്ടേഷന് വരുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നുള്ള കാര്യം, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരുമിച്ചാണ് വരേണ്ടത്. കാര്യം സ്ത്രീകളുടെ കാരണങ്ങളും പുരുഷന്മാരുടെ കാരണങ്ങളും കമ്പൈൻഡ് ആയിട്ട് രണ്ടുപേരുടെയും കാരണങ്ങളുള്ള കേസുകളും പലതും ഉണ്ട്. 50% കാരണങ്ങൾ സ്ത്രീകളുടെ കാരണങ്ങളാണെങ്കിൽ 50% കാരണങ്ങൾ പുരുഷന്മാരുടെ കാരണങ്ങളാലാണ് വന്ധ്യതകൾ ഉണ്ടാവുന്നത്. അപ്പൊ അതുകൊണ്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് രണ്ടുപേരും ഒരുമിച്ച് വരിക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഡോക്ടറെ കാണുമ്പോൾ അല്ലെങ്കിൽ കൺസൾട്ടേഷന് വരുമ്പോൾ നമ്മൾ കുറച്ച് ടെസ്റ്റുകൾ ചെയ്യും. ഇപ്പോൾ വൈഫിനെ സംബന്ധിച്ചിടത്തോളം സ്കാൻ നോക്കിയിട്ട് ഗർഭപാത്രം കറക്റ്റ് ആയിട്ട്, ഓവുലേഷൻ കൃത്യമായിട്ട്, അണ്ടോൽപാദനം നടക്കുന്നുണ്ടോ നമുക്ക് അറിയാൻ പറ്റും. ഹോർമോൺസ് കുറച്ച് ബ്ലഡ് ടെസ്റ്റ് നടക്കുന്നു, റെഗുലർ ആയിട്ട് തൈറോയിഡ്, പ്രൊലാക്റ്റിൻ, അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. ഹസ്ബൻഡിനെ സംബന്ധിച്ചിടത്തോളം ബീജം പരിശോധിച്ച് നോക്കാനായിട്ട് പറ്റും. അപ്പം കൗണ്ട് ചെക്ക് ചെയ്യുമ്പം സ്പേംസിന്റെ സെമൻ അനാലിസിസിൽ കൗണ്ടും മോട്ടിലിറ്റിയും മോർഫോളജിയും, അതായത് കൗണ്ടും അതിന്റെ സ്പേംസിന്റെ ചലനവും അതിന്റെ ഷേപ്പും ചെക്ക് ചെയ്യുക. ഇങ്ങനെ കുറച്ച് ടെസ്റ്റുകളാണ് നമ്മൾ ആദ്യമായിട്ടുള്ള രീതിയിൽ ചെയ്യുന്നത്. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് കൃത്യമായിട്ട് ഓവുലേഷൻ നടക്കുന്നുണ്ടുള്ള കാര്യമാണ്. അതേ സ്കാനിങ്ങിൽ തന്നെ ഗർഭപാത്രത്തിനകത്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, മുഴകളുണ്ടോ, ഓവറിക്കകത്ത് എന്തെങ്കിലും സിസ്റ്റ് ഉണ്ടോ, പോളിസിസ്റ്റിക് ഓവറി ഉണ്ടോ, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പൊ ഇങ്ങനെ ഒരു ടെസ്റ്റുകളൊക്കെയാണ് ഫസ്റ്റ് ടൈം ചെയ്യുന്നത്. ആ ടെസ്റ്റുകൾ നോർമൽ ആണെന്ന് കണ്ടു കഴിഞ്ഞാലാണ് നമ്മൾ പിന്നെ അടുത്ത ലെവലിലോട്ട്, ഇപ്പൊ ഗർഭപാത്ര അണ്ടവാഹിനി കുഴലുകളിൽ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടോ എന്ന് അറിയാനായിട്ട് ട്യൂബ് ടെസ്റ്റിംഗ് ആയിട്ടോ ലാപ്രോസ്കോപ്പി ആയിട്ടോ ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. ഹസ്ബൻഡിന്റെ സ്പേമിന് സെമൻ ടെസ്റ്റ് നോർമൽ ആണെങ്കിൽ ചിലപ്പം സ്പേമിന്റെ DNA ഫ്രാഗ്മെന്റേഷൻ, ജനറ്റിക് കമ്പോണന്റിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ DNA ഫ്രാഗ്മെന്റേഷൻ ടെസ്റ്റുകൾ ചെയ്യാനായിട്ട് പറ്റും. അതൊക്കെ കുറച്ചും കൂടി ഒരു അടുത്ത ലെവൽ ഓഫ് ട്രീറ്റ്മെന്റിൽ കുറച്ചും കൂടി ഇൻവെസ്റ്റിഗേഷൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വേണമെങ്കിൽ ഈ ട്രീറ്റ്മെന്റ്സും ഈ ഇൻവെസ്റ്റിഗേഷൻസും ചെയ്യാവുന്നതാണ്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ വന്ധ്യതയ്ക്കുള്ള ചികിത്സാ രീതികൾ ഏതെല്ലാമാണ്? ഇപ്പം നൂതന ചികിത്സാ മാർഗങ്ങളൊക്കെ ഒരുപാടുണ്ടല്ലോ, അപ്പോൾ അത് എന്തെല്ലാമാണ്? നമുക്ക് ഓരോ ചികിത്സാ രീതികളെ കുറിച്ചും അറിയേണ്ടതായിട്ടുണ്ട്. ഈ IVF, ഈ വന്ധ്യത വന്ന് കണ്ടു കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു കുറച്ച് കാര്യങ്ങൾ ടെസ്റ്റുകളൊക്കെ നമ്മൾ നോക്കി, കാര്യങ്ങൾ നോക്കിയിട്ട് അതിനകത്ത് ഇനിഷ്യലായിട്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ, ഫോർ എക്സാമ്പിൾ ഇപ്പം സെമൻ ടെസ്റ്റിന് എന്തെങ്കിലും കുറവുണ്ട് അല്ലെങ്കിൽ മോട്ടിലിറ്റിയിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ, മെയിൽ ഫാക്ടർ, അങ്ങനെ പുരുഷന്മാരെ സംബന്ധിക്കുന്ന അങ്ങനത്തെ ഒരു പ്രോബ്ലം ആണോ ഉള്ളെങ്കിൽ, ഹസ്ബൻഡിന്റെ പ്രോബ്ലം ആണോ ഉള്ളെങ്കിൽ നമുക്ക് അതിനകത്ത് മരുന്നുകളിലൂടെ ശരിയാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. കൗണ്ട് ഇമ്പ്രൂവ് ചെയ്യാനും മോട്ടിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാനുള്ള മരുന്നുകളുണ്ട്. ചിലപ്പോൾ അത് ശരിയാവുന്നില്ലെങ്കിൽ നമുക്ക് IUI പോലെ ട്രീറ്റ്മെന്റുകൾ ചെയ്യാൻ പറ്റും. അതും ശരിയാവുന്നില്ലെങ്കിലാണ് കുറച്ചുകൂടി ഹയർ ട്രീറ്റ്മെന്റിലോട്ട് പോകുന്നത്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഓവുലേഷൻ കൃത്യമായിട്ട് നടക്കുന്നില്ലെങ്കിൽ ഗർഭപാത്ര അണ്ടോൽപാദനം കുറച്ചും കൂടി ബെറ്റർ ആക്കാനായിട്ട് ടാബ്ലറ്റുകളുണ്ട്. അപ്പോൾ ഓവുലേഷൻ ഇൻഡ്യൂസ് ചെയ്യുക, കൃത്യമായിട്ടുള്ള മെഡിസിൻസ് എടുത്ത്, ആവശ്യമുണ്ടെങ്കിൽ ഇഞ്ചക്ഷൻസ് എടുത്ത് എഗ് കറക്റ്റായി വളർന്നു വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് അണ്ടം വിസർജനം കറക്റ്റായിട്ട് നടക്കാനായിട്ട് ഇഞ്ചക്ഷൻ എടുത്തിട്ട് നോർമലായിട്ട് ട്രൈ ചെയ്യാനായിട്ട് പറ്റും. ട്രീറ്റ്മെന്റുകൾ പ്രത്യേകമായിട്ട് നമുക്ക് 2-3 തട്ടമായിട്ട് നമുക്ക് മെയിനായിട്ട് തട്ടത്തിലായിട്ട് പ്രത്യേകം അത് തിരിക്കാനായിട്ട് പറ്റും. ഫസ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ചെറിയ പ്രോബ്ലംസേ ഉള്ളൂ, മൈൽഡ് ആയിട്ടുള്ള മെയിൽ ഫാക്ടേഴ്സേ ഉള്ളൂ, ചെറുതായിട്ടുള്ള ഓവുലേഷൻ റിലേറ്റഡ് ആയിട്ട് പ്രോബ്ലംസ് ആണ്, ബന്ധപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ബുദ്ധിമുട്ടുകളാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ മെഡിസിൻസിലൂടെയോ ഇഞ്ചക്ഷൻസിലൂടെയോ ഒക്കെ ആയിട്ട് നമുക്ക് ചെറുതായിട്ട് രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പറ്റും. അതിനുള്ള വിജയ ശതമാനം സാധ്യത ഒരു സൈക്കിളിൽ അങ്ങനെ ട്രൈ ചെയ്യുമ്പോൾ ഒരു 8 മുതൽ 10% വിജയ ശതമാനം സാധ്യത ഉണ്ടാവാൻ ഉള്ള ഒരു ചാൻസ്. അതിൽ എല്ലാ കേസുകളും അങ്ങനെ നടക്കുന്നില്ല എങ്കിൽ നമ്മൾ ലെവൽ 2 ട്രീറ്റ്മെന്റുകളിലേക്ക് പോകും. ലെവൽ 2 ട്രീറ്റ്മെന്റ്സ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പോലെ കുറച്ച് IUI പോലെ ട്രീറ്റ്മെന്റുകൾ ചെയ്യാനായിട്ട് പറ്റും. ഹസ്ബൻഡ് സാമ്പിള് എടുത്ത് അതിനെ പ്രോസസ്സ് ചെയ്ത്
അതിന്റെ മോട്ടിലിറ്റിയും കാര്യങ്ങൾ ബെറ്റർ ആക്കിയിട്ട് യൂട്രസിനകത്തോട്ട് പുഷ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് IUI പ്രൊസീജിയർ എന്ന് പറയുന്നത്. അതിന് സക്സസ് റേറ്റുകൾ ഒരു 12 മുതൽ 15% വരെ സക്സസ് റേറ്റ്സ് കൂടാനായിട്ട് പറ്റും. ആ IUI നടന്ന് കൃത്യമായിട്ട് പോസിറ്റീവ് ആകുന്നില്ലെങ്കിലോ അല്ലെങ്കിൽ ട്യൂബിൽ എന്തെങ്കിലും ബ്ലോക്കോ എങ്ങനെ എന്തെങ്കിലും നമ്മൾ ലെവൽ 2 വരുന്ന രണ്ടാമത്തെ ട്രീറ്റ്മെന്റ് ഓപ്ഷനാണ് കീ ഹോൾ സർജറികളായിട്ട് ഉള്ളത്. അത് സ്ത്രീകളിലാണ് നമ്മൾ ചെയ്യുന്നത്. അത് ഹിസ്ട്രോസ്കോപ്പി പോലെ ട്രീറ്റ്മെന്റുകളുണ്ട്, ലാപ്രോസ്കോപ്പി പോലെ ട്രീറ്റ്മെന്റ് ചെയ്ത് ട്യൂബ് ക്ലിയർ ആണെന്ന് അറിയാനായിട്ട് പറ്റും. അപ്പം ലാപ്രോ ഹിസ്ട്രോസ്കോപ്പി സർജറികൾ സ്ത്രീകളിലും പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം IUI പോലെ ട്രീറ്റ്മെന്റുകളും ചിലപ്പോൾ വാരിക്കോസീൽ ഐസൊലേറ്റഡ് ആയിട്ട് വാരിക്കോസീൽ പോലെ കാണുകയാണെങ്കിൽ ആ വാരിക്കോസീൽ റിമൂവ് ചെയ്യാനുള്ള വാരിക്കോസീൽ സർജറികൾ, അങ്ങനെ കുറച്ച് സർജറികളായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ലെവൽ 2 ട്രീറ്റ്മെന്റുകളിൽ ഉൾപ്പെടുത്താവുന്നതാണ്. മൂന്നാമത്തെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ലെവലിൽ വരുമ്പോഴാണ് ഇതിലൊന്നും പോസിറ്റീവ് ആയിട്ടില്ല, IUI ചെയ്തിട്ട് പോസിറ്റീവ് ആയിട്ടില്ല, അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പി കഴിഞ്ഞിട്ട് കുറച്ച് ട്രീറ്റ്മെന്റുകൾ നോക്കിയിട്ട് പോസിറ്റീവ് ആയിട്ടില്ല, ലെവൽ 1 ലെവൽ 2 കഴിഞ്ഞു, എല്ലാവർക്കും പോസിറ്റീവ് ആവണമെന്നില്ല ആ ലെവലിൽ. ഒരു ഇതിൽ പോസിറ്റീവ് ആവാതെ വരുമ്പോഴാണ് നമ്മൾ കുറച്ചും കൂടെ ബെറ്റർ ഓപ്ഷൻസ് ആയിട്ട് IVF അല്ലെങ്കിൽ ICSI പോലെ ട്രീറ്റ്മെന്റുകൾ പ്ലാൻ ചെയ്യും. അത് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകളാണ്, അത് കുറച്ചും കൂടെ ഡീപ്പ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകളാണ്. അപ്പൊ അത് കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് അത് നോക്കിയിട്ട് വൈഫിന് ഇഞ്ചക്ഷൻസ് കൊടുത്തിട്ട് എഗ്ഗ് നമുക്ക് റിട്രീവ് ചെയ്യും, എഗ്ഗ് പിക്ക് ചെയ്യും. എഗ്ഗ് എടുത്തു കഴിഞ്ഞതിന് ശേഷം അതിനകത്ത് ഹസ്ബൻഡ് സാമ്പിൾ ഇഞ്ചക്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ICSI എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എഗ്ഗിന് ചുറ്റും സ്പേംസ് മിക്സ് ചെയ്ത് നോർമലായിട്ട് ഇത് ഫെർട്ടിലൈസ് ചെയ്യുന്ന രീതിയിലാണ് IVF എന്ന് പറയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം 2-3 ദിവസം കഴിഞ്ഞ് എംബ്രിയോ കൃത്യമായിട്ട് വളർന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ആ ഭ്രൂണം ഗർഭാധാനത്തോട്ട് നിക്ഷേപിക്കുന്ന ആ ട്രീറ്റ്മെന്റിനെയാണ് എംബ്രിയോ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് കൃത്യമായിട്ട് എഗ്ഗിന്റെ കണ്ടീഷൻ അറിയാൻ പറ്റും, എംബ്രിയോന്റെ കാര്യം അറിയാൻ പറ്റും, എംബ്രിയോയുടെ ഗ്രേഡ് തിരിച്ചറിഞ്ഞിട്ട് ഗർഭാധാനത്തേക്ക് പുഷ് ചെയ്യുന്ന ആ പ്രൊസീജിയറിൽ സക്സസ് റേറ്റുകൾ കുറെ കൂടെ കൂട്ടാനായിട്ട് പറ്റും. അങ്ങനെ ചെയ്യുന്ന ഒരു IVF പ്രൊസീജിയറിൽ എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ് 100% അങ്ങനെയല്ല. നമ്മൾ നല്ലൊരു എല്ലാം നോർമലായുള്ള കേസ്, അതായത് നല്ല അണ്ടോത്പാദനം, നല്ല എഗ്ഗുകളാണ്, നല്ല ക്വാളിറ്റി എംബ്രിയോ ആണ്, എല്ലാം പോസിറ്റീവ് ആവുന്ന ഒരു എല്ലാം ഒപ്റ്റിമൽ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ, നല്ലൊരു ഗർഭപാത്രത്തിലേക്ക് നല്ല എംബ്രിയോ ട്രാൻസ്ഫർ പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സക്സസ് റേറ്റ് 45 മുതൽ ഒരു 55-60-65% വരെ ചിലപ്പോൾ എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. WHO കണക്ക് പ്രകാരം 35-40% വരെയാണ് IVFന്റെ സക്സസ് റേറ്റ്സ്. അത് പേഷ്യന്റെ പ്രൊഫൈൽ അനുസരിച്ച് വ്യത്യാസം വരാം. ഒരു 45 മുതൽ 50%, 55% വരെയൊക്കെ നല്ല പ്രൊഫൈൽ പേഷ്യൻസ് ആണെങ്കിൽ IVFനുള്ള ഒരു പോസിറ്റിവിറ്റി വരുന്നുണ്ട്. ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറെ നൂതനമായ ചികിത്സകൾ, കുറെ വ്യത്യാസങ്ങൾ വരുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് ഈ പറയുന്ന ഇൻഫെർട്ടിലിറ്റിയിലെ വന്ധ്യതയുടെ ചികിത്സകൾ എന്ന് പറയുന്നത്. ഇപ്പം അതിനകത്ത് തന്നെ ഈ IVF ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ലെവൽ 3 ട്രീറ്റ്മെന്റ് പറഞ്ഞത്. അതിനകത്ത് തന്നെ കുറെ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പം വളരെ ഫാസ്റ്റ് ആയിട്ട് അഡ്വാൻസ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ്. കുറെ കൂടെ ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ് വരുമ്പോൾ നമ്മൾ IVFന് ഉപയോഗിക്കുന്ന ഇഞ്ചക്ഷൻസിലുള്ള വ്യത്യാസം, ആ ചെയ്യുന്ന ടെക്നിക്കുകളിലുള്ള വ്യത്യാസം, എംബ്രിയോ വളർത്തുന്നതിനുള്ള ഇൻക്യുബേറ്ററിലോ IVF ലാബിലോ വരുന്ന എംബ്രിയോളജി പരമായുള്ള വ്യത്യാസങ്ങൾ, ഇതെല്ലാം സക്സസ് റേറ്റുകൾ കൂട്ടാനായിട്ടും പെട്ടെന്ന് കുഞ്ഞ് എന്നുള്ള ഒരു കാര്യത്തിൽ, ഒരു സ്വപ്നത്തിലേക്ക് ഒരു കപ്പിളിന് നടന്ന് അടുക്കാനായിട്ടുള്ള സാധ്യതകൾ ഒട്ടേറെ കൂടിയിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഡോക്ടർ ഇപ്പോൾ കീ ഹോൾ സർജറിനെ കുറിച്ച് പറഞ്ഞല്ലോ, അപ്പം അങ്ങനെയാണെങ്കിൽ ഈ കീ ഹോൾ സർജറിയിൽ നമുക്ക് വന്ധ്യതയിലുള്ള റോൾ എന്താണ്? കീ ഹോൾ സർജറികൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഒരു ലെവൽ 2 ട്രീറ്റ്മെന്റ് ആയിട്ട് വരുന്നതാണ്. എല്ലാവർക്കും കീ ഹോൾ സർജറിയുടെ ആവശ്യം വരുന്നില്ല. കീ ഹോൾ സർജറികൾ പ്രധാനമായിട്ടും നമ്മൾ ഈ ഫെർട്ടിലിറ്റി എൻഹാൻസിങ് സർജറികൾ എന്ന് പറയും. അതായത് അത് ചെയ്യുന്നതിലൂടെ ഒരു കപ്പിളിന് കുഞ്ഞുങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ കുറെ കൂടെ കൂട്ടാനോ ഉള്ള സാധ്യതയാണ് ഈ ഫെർട്ടിലിറ്റിയിൽ വരുന്നത്, ഈ ട്രീറ്റ്മെന്റുകളിൽ വരുന്ന കീ ഹോൾ സർജറിയിൽ. കീ ഹോൾ സർജറി നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന്, ഗർഭപാത്രത്തിനകത്ത് നമ്മൾ എല്ലാം അനസ്തീഷ്യയിലാണ് ചെയ്യുന്നത്. ജനറൽ അനസ്തീഷ്യയിൽ വന്ന് ചെയ്ത് പോകുന്ന പ്രൊസീജിയേഴ്സ് ആണ്. അത്ര ഹൈലി കോംപ്ലിക്കേറ്റഡ് അങ്ങനെ ട്രീറ്റ്മെന്റ് അങ്ങനെയുള്ള പ്രോബ്ലംസ് അല്ല. ഹിസ്ട്രോസ്കോപ്പി എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഗർഭപാത്രത്തിനകത്ത് നമ്മൾ ഒരു സ്കോപ്പ് പാസ് ചെയ്യും, ആ ഗർഭപാത്രത്തിനകത്ത് ഉൾവശം പരിശോധിക്കുന്ന ആ ഒരു ട്രീറ്റ്മെന്റ് ആണ് ഹിസ്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്ന ഗർഭപാത്രത്തിനകത്ത് വേറെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, അകത്ത് കട്ടിയായിട്ടുള്ള പോളിപ്പ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, ഫൈബ്രോയിഡ് ഉണ്ടോ, ഗർഭപാത്രത്തിനകത്ത് ചിലപ്പോൾ സെപ്റ്റം പോലെ ആയിട്ടുണ്ടാവും, അത് നമുക്ക് കട്ട് ചെയ്യാനായിട്ട് പറ്റും. ഒരു IVFന് മുന്നേ ഗർഭപാത്രം ഒന്ന് ക്ലിയർ ചെയ്യാനായിട്ട് പ്രീ IVF ആയിട്ട് നമുക്ക് ഹിസ്ട്രോസ്കോപ്പി പ്രൊസീജിയറുകൾ ചെയ്യാം. അപ്പൊ ഇത് ചെയ്യുന്നതിലൂടെ ഗർഭപാത്രം കുറച്ചും കൂടെ റെഡിയാക്കാനും മുമ്പോട്ടുള്ള ട്രീറ്റ്മെന്റിൽ കുറച്ചും കൂടെ സഹായകരവുമായിരിക്കും. രണ്ടാമത്തെ കാര്യമാണ് നമുക്ക് ലാപ്രോസ്കോപ്പി എന്ന് പറയുന്ന കീ ഹോൾ സർജറിക്കകത്ത് രണ്ടാമത്തെ ഘടകത്തിനകത്ത് ഗർഭപാത്രത്തിനകത്ത് നമ്മൾ നോക്കുന്ന ഒരു ഇതാണ്. വലിയ ഓപ്പൺ സർജറിയിലുള്ള പോലെ വലിയ മുറിവുകൾ ഇതിനകത്ത് വരുന്നില്ല. 2-3 ചെറിയ ഹോളുകളിലൂടെയാണ് നമ്മളൊരു ട്യൂബ് പാസ് ചെയ്ത് അതിനകത്തൂടെയാണ് നമ്മൾ ക്യാമറയിൽ ഘടിപ്പിച്ചിട്ടാണ് കൃത്യമായിട്ട് കാര്യങ്ങൾ നോക്കുന്നത്. അപ്പൊ അതിനകത്ത് ഗർഭപാത്രം കൃത്യമായിട്ട് വരുന്നുണ്ടോ എന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റും. അണ്ടവാഹിനി കുഴലുകളിൽ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ലാപ്രോസ്കോപ്പിയിൽ അറിയാവുന്ന കാര്യമാണ്. ട്യൂബ് പുഷ് ചെയ്ത് കഴിയുമ്പം
ട്യൂബ് ക്ലിയർ ആണെങ്കിൽ നമുക്ക് അത് ആ സിറ്റിങ്ങിൽ തന്നെ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്യാനായിട്ടും ഒരു പരിധി വരെ നീക്കം ചെയ്യാനായിട്ട് നമുക്ക് ലാപ്രോസ്കോപ്പിയിലൂടെ പറ്റും. പിന്നെ ഗർഭപാത്രത്തിനകത്ത് എന്തെങ്കിലും മുഴകളുണ്ടെങ്കിൽ ഫൈബ്രോയിഡുകൾ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് മൾട്ടിപ്പിൾ ഒന്നിലധികം ഫൈബ്രോയിഡുകൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഫൈബ്രോയിഡ് സൈസ് 4 സെന്റിമീറ്റർ 5 സെന്റിമീറ്റർ കൂടുതലാണെങ്കിലോ അത് കീ ഹോളിലൂടെ നമുക്കത് റിമൂവ് ചെയ്യാനും അത് സ്റ്റിച്ച് ചെയ്യാനും അത് കുറെ കൂടെ നല്ല ഒരു ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ നീക്കം ചെയ്യാനും ഈ ലാപ്രോസ്കോപ്പിയിൽ പറ്റും. അതുപോലെ തന്നെ ഗർഭപാത്രത്തിന് ഈ ഓവറിക്കകത്ത് അണ്ടാശയത്തിനകത്ത് സിസ്റ്റുകൾ ഉണ്ടെങ്കിൽ, ഇപ്പം ചിലപ്പം ബ്ലഡ് കട്ട പിടിച്ച് കിടക്കുന്ന ചോക്ലേറ്റ് സിസ്റ്റുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ അങ്ങനെ വയറ്റിനകത്ത് ഒട്ടലുകൾ ഉണ്ടാവാം, അഡേഷൻസ് ഉണ്ടാവാം. അപ്പൊ അതൊക്കെ റിലീസ് ചെയ്യാനും അണ്ടാശയത്തിനകത്തുള്ള ഈ സിസ്റ്റിനെ മാറ്റാനും ഒക്കെ ഉള്ള സാധ്യത ഈ കീഹോൾ സർജറിയിൽ വരുന്നു. അപ്പൊ ഇതെല്ലാം ചെയ്യുന്നതിലൂടെ നമുക്ക് കുറച്ചും കൂടെ ഒരു ഫെർട്ടിലിറ്റി എൻഹാൻസ് ചെയ്യാനായിട്ടുള്ള ഒരു ആക്ഷൻ തീർച്ചയായിട്ടും ഈ സർജറികൾ ചെയ്യുന്നതിലൂടെ പ്രത്യേകിച്ച് സ്ത്രീകളിൽ പോസിബിൾ ആണ്. സർജറികളുടെ കാര്യം പറയുമ്പോൾ പുരുഷന്മാരിൽ പറഞ്ഞ വാരിക്കോസീൽ ഉണ്ടെങ്കിൽ വാരിക്കോസീൽ സർജറി ഐസൊലേറ്റഡ് ആയിട്ട് മാറ്റുന്ന കേസുകളിൽ കുറച്ചും കൂടെ വ്യത്യാസം സെമൻ പാരാമീറ്റേഴ്സിൽ വരാനുള്ള സാധ്യത അതിനകത്ത് ഉണ്ട്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ IVF അതുപോലെ തന്നെ ICSI എന്നാൽ എന്താണ്? നൂതന ചികിത്സാ മാർഗങ്ങൾ അല്ലെങ്കിൽ എന്താണ് IVF അല്ലെങ്കിൽ ICSI എന്ന് പറയുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, നമുക്ക് ലെവൽ 3 ട്രീറ്റ്മെന്റിൽ വരുന്നതാണ് ഈ IVF പോലെ ട്രീറ്റ്മെന്റുകൾ. അത് നോർമലായിട്ട് ബോഡിയിൽ നടക്കേണ്ടിയ കാര്യങ്ങൾ, അതായത് നോർമലായിട്ട് ഒരു സ്ത്രീക്ക് അണ്ടോത്പാദനം നടക്കുന്നു, അണ്ടവിസർജനം നടന്നതിന് ശേഷം അണ്ടവാഹിനിക്കുഴലിനകത്ത് സ്പേമായിട്ട് യോജിച്ച് ഭ്രൂണമാവുന്നു, ആ ഭ്രൂണം ഗർഭപാത്രത്തിനകത്ത് അറ്റാച്ച് ചെയ്തിട്ട് ഗർഭപാത്രത്തിനകത്ത് വളർന്ന് അതൊരു കുഞ്ഞാവുന്നു. അപ്പോൾ ഈ നോർമലായിട്ട് നടക്കേണ്ട ആ പ്രോസസ്സ് നമ്മൾ വെളിയിൽ വെച്ച് അതിന് പാരലായിട്ട് ചെയ്യുന്ന പ്രൊസീജിയറാണ് IVF ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ വൈഫിന് ഇഞ്ചക്ഷൻസ് എടുത്ത് കഴിയുമ്പം 2 അണ്ടാശയത്തിലുള്ള ഓവറികൾ, എഗ്ഗുകൾ നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ ഏത് കണ്ടീഷൻസിലാണ് IVF ചെയ്യേണ്ടത്? ഇപ്പോൾ IVF ചെയ്യുന്ന കണ്ടീഷൻസ് പറഞ്ഞാൽ IUI പരാജയപ്പെടുന്ന കുറച്ച് ട്രീറ്റ്മെന്റുകൾ നോക്കി അങ്ങനെ ശരിയാവാത്ത കണ്ടീഷൻസിൽ ചെയ്യാം. ട്യൂബിൽ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും IVF പോലെ ട്രീറ്റ്മെന്റുകൾ വേണം. സെമൻ പാരാമീറ്റർ വളരെ കുറവാണെങ്കിലോ ചിലപ്പോൾ ചില പേഷ്യൻസിന് അസൂസ്പെർമിയ കാണും, സ്പേംസ് ഉണ്ടാവത്തില്ല. അങ്ങനെയുള്ള കണ്ടീഷനിലാണെങ്കിലും നമ്മൾ ഈ ടെസ്റ്റസിനകത്തുനിന്ന് കുത്തിയെടുത്ത് പരിശോധിച്ച് ആ സ്പേം വെച്ച് നമുക്ക് ICSI പോലെ ട്രീറ്റ്മെന്റുകൾ, അങ്ങനത്തെ കണ്ടീഷൻസിൽ നമുക്ക് ICSI പോലെ ട്രീറ്റ്മെന്റുകൾ ചെയ്യാനായിട്ട് പറ്റും. ചിലവരുടെ എഗ് നമ്പർ വളരെ കുറവായിരിക്കും. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അവരുടെ AMH ആന്റിമുലറിന്റെ ഹോർമോൺ ബ്ലഡ് ടെസ്റ്റ് ചെക്ക് ചെയ്യുമ്പോൾ വാല്യൂ വളരെ കുറവാണെങ്കിൽ ആ പറയുന്ന കേസുകളിൽ നമുക്ക് IVF പോലെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ കുറച്ചും കൂടെ സക്സസ് റേറ്റുകൾ കൂട്ടാനായിട്ട് പറ്റും. അപ്പം ഇങ്ങനത്തെ കണ്ടീഷൻസിലൊക്കെ വരുന്ന എല്ലാവർക്കും IVF വേണമെന്നില്ല. ഒരു 100 പേരെടുത്താൽ ചിലപ്പോൾ ഒരു 10ഓ 15ഓ കപ്പിൾസിനായിരിക്കും ചിലപ്പോൾ IVF വേണ്ടി വരിക. അപ്പൊ അങ്ങനെ വരുന്ന കപ്പിൾസിൽ പക്ഷേ അവർക്ക് ഈ ഓപ്ഷൻസിലാണ് നമുക്ക് കുറച്ചും കൂടെ പോസിറ്റീവ് ആക്കാൻ പറ്റുക. ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞ ശേഷം ഗർഭപാത്രത്തിനകത്ത് ഈ അണ്ടങ്ങൾ എടുത്തതിന് ശേഷം ഈ എഗ്ഗും സ്പേമും കൂടെ ഫെർട്ടിലൈസ് ചെയ്യുക എന്ന് ഉദ്ദേശിക്കുന്ന ഭ്രൂണം ആക്കാനായിട്ടുള്ള 2 ടെക്നീക്കുകളാണ് IVFും ICSI എന്നും പറയുന്നത്. IVF എന്ന് പറഞ്ഞാൽ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ. അത് നോർമലായിട്ട് എഗ്ഗിന് ചുറ്റും സ്പേം മിക്സ് ചെയ്ത് വെക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് സ്പേം എഗ്ഗിനെ ഫെർട്ടിലൈസ് ചെയ്ത് അങ്ങനെ ഭ്രൂണമാവുന്നു. ICSI എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് സ്പേമിനെ തെരഞ്ഞെടുത്ത് ഗർഭപാത്രത്തിനകത്തോട്ട് എഗ്ഗിനകത്തേക്ക് ഇഞ്ചക്ട് ചെയ്ത് കഴിഞ്ഞ് ആ ഭ്രൂണം കിട്ടിയതിന് ശേഷം ആ ഭ്രൂണം ഗർഭപാത്രത്തിനകത്തോട്ട് നിക്ഷേപിക്കുന്നു. അപ്പൊ അങ്ങനെ ആ ഗർഭപാത്രത്തിനകത്ത് നിക്ഷേപിക്കുന്ന ഭ്രൂണം വളരുകയും അറ്റാച്ച് ചെയ്യുകയും പോസിറ്റീവ് ആകാനും ആ ഒരു സാധ്യത ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 50 മുതൽ 55% വരെയാണ് ഏറ്റവും നല്ല കേസുകളിൽ കിട്ടുക. അപ്പൊ അങ്ങനെ നമുക്ക് കിട്ടാൻ പറ്റും. അതിനേക്കാളും കൂടുതൽ ഭ്രൂണം ഉണ്ടെങ്കിൽ അത് ശീതീകരിച്ച് വെച്ച് ഫ്രീസ് ചെയ്ത് വെച്ചിട്ട് പിന്നീടുള്ള അവസ്ഥകളിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ടും പറ്റും. ഈ ഫ്രീസ് ചെയ്ത് ഫ്രോസൺ എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യുന്നതും പോസിറ്റീവ് ആക്കാനുള്ള സാധ്യത കുറച്ചും കൂടെ നല്ലതാണ്. കുറച്ചധികം എംബ്രിയോസ് ഉണ്ടെങ്കിൽ അത് ഫ്രീസ് ചെയ്ത് വരുന്ന മാസങ്ങളിൽ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് കുറച്ചും കൂടെ അഭികാമ്യമായിട്ടുള്ള കാര്യം. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഡോക്ടർ, അതുപോലെ തന്നെ ഇപ്പം എംബ്രോളജി ലാബിൽ വേണ്ട പുതിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് എന്തൊക്കെയാണ്? ഓക്കെ, ഈ IVF ട്രീറ്റ്മെന്റിനകത്ത് ഇത് ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരു നോർമൽ IVF പ്രൊസീജിയേഴ്സിൽ വരുന്ന കാര്യങ്ങളാണ്. പക്ഷേ പല സ്റ്റഡികൾ നടക്കാറുണ്ട്. പല സ്റ്റഡികൾ നടന്നിട്ട് പല ഡിഫറെൻ്റ് ആയിട്ടുള്ള പല പുതിയ വ്യത്യാസങ്ങൾ വരാറുണ്ട്. ഇപ്പം എക്സാമ്പിൾ ആയിട്ട് അതിന് ഏറ്റവും കൂടുതൽ സ്റ്റഡി വരുന്ന ഒരു സ്ഥലമാണ് നമ്മൾ എംബ്രിയോളജി ലാബിനകത്ത് കാര്യങ്ങൾ. ഇപ്പം ഗർഭപാത്രത്തിനകത്ത് നമ്മൾ ഈ അണ്ടം എടുത്തിട്ട് സ്പേമായിട്ട് ഇഞ്ചക്ട് ചെയ്ത് ഈ ഭ്രൂണം ആക്കുക എന്നൊക്കെ നേരത്തെ പറഞ്ഞ പ്രൊസീജിയേഴ്സ് എല്ലാം നടക്കുന്നത് ഒരു IVF ലാബിലാണ്. IVF ലാബാണ് ഒരു IVF സെന്ററിന്റെയോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിന്റെയോ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് IVF ലാബാണ്. IVF ലാബിന്റെ അതിന്റെ ക്വാളിറ്റി, അതിന്റെ പാരാമീറ്റേഴ്സ്, അതിൽ ഉപയോഗിക്കുന്ന ഇൻക്യുബേറ്റേഴ്സ്, അതൊക്കെ അതിനകത്താണ് ഉള്ള എംബ്രിയോ ഗ്രോ ചെയ്യുന്നത്. അപ്പം ആ ഇൻക്യുബേറ്റേഴ്സിന്റെ ക്വാളിറ്റി കാര്യങ്ങളെല്ലാം
റിസൾട്ടിന് നിർണായകമായ ഘടകങ്ങൾ തന്നെയാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നിക്കുകളെ പറ്റി പറയാനാണെങ്കിൽ, ഇപ്പൊ ഗർഭപാത്രത്തിനകത്ത് നമ്മൾ ഭ്രൂണം തിരിച്ചു വെക്കുന്നു. ഈ എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് എംബ്രിയോ ഗ്ലൂ എന്ന് പറഞ്ഞ ഒരു സംഭവം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഏറ്റവും ലേറ്റസ്റ്റ് എവിഡൻസ് പ്രകാരം എംബ്രിയോ ഗ്ലൂ കുറച്ചും കൂടെ സക്സസ് റേറ്റ്സ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നല്ലതായിരിക്കും. അത് വെച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടെ എംബ്രിയോ പിടിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഈ ഭ്രൂണം വളരുന്നത്, ഇപ്പൊ അടുത്തൊരു അഡ്വാൻസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഭ്രൂണം വളരുന്നത് ഡേ 2 എംബ്രിയോ, ഡേ 3 എംബ്രിയോ വഴി നമുക്കത് കുറച്ചും കൂടെ കൾച്ചർ ചെയ്ത് കൊണ്ടുപോയിട്ട് ഡേ 4, ഡേ 5 ബ്ലാസ്റ്റോസിസ്റ്റ് ട്രാൻസ്ഫർ ആയിട്ട് നമുക്കത് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ സക്സസ് റേറ്റ്സ് കുറെ കൂടെ കൂടാനും കുറച്ചും കൂടെ എംബ്രിയോനെ പറ്റി ഒരു ധാരണയാവാനും കുറച്ചും കൂടെ മെയിൽ ഫാക്ടർ, അതായത് കാര്യങ്ങളെല്ലാം എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാനും, അങ്ങനെ അതിലൂടെ നമുക്ക് സക്സസ് റേറ്റ്സ് കുറെ കൂടെ കൂട്ടാനൊക്കെ ഈ ബ്ലാസ്റ്റോസിസ്റ്റ് ട്രാൻസ്ഫർ സഹായകരമായിട്ട് വരാറുണ്ട്. ഇതിനെല്ലാത്തിനും ഒരു അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് വളരെ നല്ലൊരു എംബ്രിയോളജി ലാബും അതിൽ ഫുൾ ടൈം ഉണ്ടാവുന്ന ഒരു ടീം ഓഫ് എംബ്രിയോളജിസ്റ്റുമാരുമാണ്. അപ്പോൾ ഒരു ടീം ഓഫ് എംബ്രിയോളജിസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ ദിവസങ്ങളിലും കേസ് IVF ചെയ്യാനായിട്ട് പറ്റും. എല്ലാ എംബ്രിയോന്റെ ഡേ ബൈ ഡേ നോക്കി ഒരു പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല എംബ്രിയോസിലേക്ക് കൊണ്ടുവന്ന് ഒരു ബ്ലാസ്റ്റോസിസ്റ്റ് ഒക്കെ ആണെങ്കിൽ അതിലോട്ട് എത്തിച്ചിട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പോസിബിൾ ആണ്. മൂന്നാമത്തെ ഒരു ഏറ്റവും വലിയ അഡ്വാൻസ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻക്യുബേറ്റേഴ്സ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എംബ്രിയോ വളരുന്ന ആ ഒരു ഇൻക്യുബേറ്റർ ആണ്. അപ്പൊ ഇൻക്യുബേറ്റേഴ്സ് എന്ന പല ടൈപ്പ് ഇൻക്യുബേറ്റേഴ്സ് ഉണ്ട്. ബോക്സ് ഇൻക്യുബേറ്റേഴ്സ് ഉണ്ട്, നമുക്ക് ഈ പറയുന്ന നൈട്രജനും കൂടെയുള്ള നമ്മൾ ട്രൈഗാസ് ഇൻക്യുബേറ്റേഴ്സ് ഉണ്ട്. അപ്പൊ ഈ ഇൻക്യുബേറ്റേഴ്സിന്റെ ക്വാളിറ്റി എത്രത്തോളം നല്ലതാണോ അത്രത്തോളം നല്ല ഭ്രൂണം നമുക്ക് കിട്ടും. ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇപ്പൊ നമുക്ക് ടൈം ലാപ്സ് പോലെ, അതായത് കൃത്യമായിട്ട് ഗർഭപാത്രം ഇൻക്യുബേറ്ററിനകത്ത് വളരുന്ന ഭ്രൂണത്തിന്റെ കണ്ടീഷൻ അറിയാനായിട്ട് ടൈം ലാപ്സ് പോലത്തെ ഇൻക്യുബേറ്റേഴ്സ് പോലെ അവൈലബിൾ ആണ്. 360 ഡിഗ്രിയിൽ എല്ലാ 24 മണിക്കൂറും ആ എംബ്രിയോയുടെ ഗ്രോത്ത് നോക്കിയിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എംബ്രിയോ സെലക്ട് ചെയ്ത് AI ഉപയോഗിച്ച് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള എംബ്രിയോ സെലക്ട് ചെയ്ത എംബ്രിയോ ഗർഭപാത്രത്തിനകത്തോട്ട് നിക്ഷേപിക്കാനായിട്ടുള്ള രീതിയിലൊക്കെ ഉണ്ടാവുന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അൽഗോറിതംസ് ഉൾപ്പെടെ യൂസ് ചെയ്തിട്ട് AI ടെക്നോളജി ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എംബ്രിയോസിനെ സെലക്ട് ചെയ്ത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള എംബ്രിയോ നോക്കി ഇംപ്ലാന്റ് ചെയ്യാനായിട്ടുള്ള ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് ഒക്കെ ഈ ഒരു ടൈം ലാപ്സ് എംബ്രിയോ ഇമേജിങ്ങിലൂടെ പോസിബിൾ ആണ്. പിന്നെ ഇതുപോലെ വരുന്ന പല അഡ്വാൻസ്മെന്റ്സും, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പം സാധാരണ ഒരു ഇക്സി പോലെ തന്നെ വേറൊരു ട്രീറ്റ്മെന്റ് ആണ് പീസോ ഇക്സി എന്ന് പറയുന്നത്. പീസോ ഇക്സി എന്ന് പറയുമ്പോൾ നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്നതിന് പകരം ഒരു ഇലക്ട്രോമാറ്റിക് ഒരു കുറച്ച് വൈബ്രേഷനിലൂടെ നമ്മൾ ഈ പറയുന്ന പോലെ എഗ്ഗിന് അധികം ഡാമേജ് വരുത്താതെ അതിലൂടെ കിട്ടുന്ന എംബ്രിയോസ്, എസ്പെഷ്യലി ഏജ് കൂടിയ മദേഴ്സിൽ, AMH കുറഞ്ഞ പേഷ്യൻസിൽ, എഗ് നമ്പർ കുറവായിട്ടുള്ള പേഷ്യൻസിൽ ഈ ഒരു പീസോ ഇക്സിയിലൂടെ ഉപയോഗിച്ച് കിട്ടുന്ന എംബ്രിയോസ് കുറെ കൂടെ ക്വാളിറ്റി ഉള്ളതും കുറെ കൂടെ പോസിറ്റീവ് വരാൻ സാധ്യതയുള്ളതും ഫെർട്ടിലൈസേഷൻ റേറ്റ് കൂടുന്നതും പ്രഗ്നൻസി റേറ്റ് കൂടുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഈ ഒരു അഡ്വാൻസ്മെന്റ്സ് എല്ലാം നമ്മളുടെ IVF ട്രീറ്റ്മെന്റിലും ഇക്സി ട്രീറ്റ്മെന്റിലും ഈ നൂതനമായ ഈ ചികിത്സാ രീതികൾ ഇൻകോപ്പറേറ്റ് ചെയ്യുന്നതിലൂടെ കുറെ കൂടെ പോസിറ്റീവായിട്ട് നമുക്ക് അതിനെ കൊണ്ടുപോകാനായിട്ട് പറ്റും. ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു ഘടകം എന്ന് പറയുന്നത് എല്ലാ കപ്പിൾസിലും ഉള്ള ഒരു ഭയമാണ് എംബ്രിയോസ് ഹസ്ബൻഡിന്റെ സ്പേമും വൈഫിന്റെ എഗ്ഗും എങ്ങാനും മാച്ച് ആവാതിരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റായി സംഭവിക്കാൻ അങ്ങനെയുള്ള പല അപ്രിഹെൻഷൻസും എല്ലാ കപ്പിൾസിനും ഉള്ളതാണ്. അപ്പം നമുക്കൊരു ബയോ മാച്ച് പോലെ വിറ്റ്നസിങ് സിസ്റ്റം ശരിക്കും നമ്മൾ എംബ്രിയോളജി ലാബിനകത്ത് ഘടിപ്പിച്ചിട്ടുണ്ട്. അതായത് ഒരു എഗ്ഗിനെയും സ്പേമിനെയും കറക്റ്റായിട്ട് അവരുടെ ബാർകോഡിങ് വെച്ചിട്ട് നോക്കിയിട്ട് അത് കറക്റ്റായിട്ട് മാച്ച് ചെയ്ത് വന്നതിന് ശേഷം മാത്രമേ ആ പ്രൊസീജിയറിലോട്ട് പോകാനായിട്ട് പറ്റൂ. അതുകൊണ്ട് ഒരിക്കലും ഒരു ഹ്യൂമൻ എറർ ഉണ്ടാവാത്ത രീതിയിൽ വളരെ സേഫ് ആയിട്ടുള്ള രീതിയിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തുകൊണ്ട് ആ എംബ്രിയോസ് പ്രോപ്പറായിട്ട് ഇത് ചെയ്യാനും അതിന്റെ എംബ്രിയോന്റെ വീഡിയോസ് പേഷ്യന്റിന് കൊടുക്കാനും അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു ഡെവലപ്മെന്റ്സ് പോലും ഈ ഒരു ഫീൽഡിനകത്ത് വന്നിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ദിവസം ചെല്ലുന്തോറും അല്ലെങ്കിൽ ഓരോ മാസം ചെല്ലുന്തോറും ഒട്ടനവധി ചേഞ്ചസ് വരുന്ന അല്ലെങ്കിൽ ഒട്ടനവധി വ്യത്യാസങ്ങൾ വരുന്ന ഒരു ഫീൽഡ് തന്നെയാണ് ഇൻഫെർട്ടിലിറ്റി. അപ്പൊ തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ നമ്മുടെ പ്രാക്ടീസിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യാന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഉപയോഗിക്കുന്ന IVF ഇഞ്ചക്ഷൻസ് പോലും ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം ഒരു എത്രമാത്രം നല്ല ക്വാളിറ്റി എഗ്ഗ് കിട്ടുക എന്ന് പറയുന്നതിൽ നമ്മൾ ഉപയോഗിക്കുന്ന നല്ലൊരു സ്റ്റിമുലേഷൻ പ്രോട്ടോകോൾ, നമ്മൾ ഉപയോഗിക്കുന്ന അതിനകത്ത് IVF ഉപയോഗിക്കുന്ന നല്ല മീഡിയ, ഇതെല്ലാം റിസൾട്ടിനെ ബാധിക്കുന്ന ഘടകങ്ങൾ തന്നെയാണ്. നമ്മൾ ഉപയോഗിക്കുന്ന റീകോമ്പിനന്റോ അല്ലെങ്കിൽ യൂറിനറി ഇഞ്ചക്ഷൻസ് ഒക്കെ ഏറ്റവും ഹൈ ഗ്രേഡ്, ഏറ്റവും നല്ല ബെസ്റ്റ് ഇഞ്ചക്ഷൻസ് ആയിരിക്കണം. അങ്ങനെ നല്ലൊരു പ്രോട്ടോകോൾ പ്ലാൻ ചെയ്ത് നല്ലൊരു ഇഞ്ചക്ഷൻസ് എടുക്കുമ്പം കുറെ കൂടെ ബെറ്റർ എഗ്ഗുകൾ കിട്ടാനും അതിലൂടെ ബെറ്റർ എംബ്രിയോസ് കിട്ടാനും അതിലൂടെ പേഷ്യന്റിന് നല്ലൊരു പോസിറ്റീവ് റേറ്റ് കിട്ടാനുള്ളൊരു പോസിബിലിറ്റി ഒക്കെ നമുക്ക് ഈ ഒരു ലേറ്റസ്റ്റ് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസിലൂടെ പോസിബിൾ ആണ്.
IVF ട്രീറ്റ്മെന്റിന്റെ സക്സസ് റേറ്റ്സ് കൂട്ടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാൻ പറ്റുന്നത്? ഞാൻ ഒരു IVF-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം ഇതൊരു ലോങ് ജേർണിയാണ്. ഒരു IVF എന്ന് പറയുമ്പം ഒരു IUI പ്രൊസീജിയർ പോലെയോ ലാപ്രോസ്കോപ്പിക് സർജറി പോലെയോ പെട്ടെന്ന് കംപ്ലീറ്റ് ആവുന്ന ഒരു കാര്യമല്ല. കാര്യം അതിനകത്ത് കൗൺസിലിംഗ് ഉണ്ട്, അതിനകത്ത് കുറച്ച് സ്റ്റെപ്പുകളുണ്ട്, ഒരു മാസം നമ്മൾ എംബ്രിയോ എടുത്തു കഴിഞ്ഞാൽ 1-2 മാസം കഴിഞ്ഞായിരിക്കും ട്രാൻസ്ഫർ ചെയ്തത്. 3-4 മാസത്തെ ഒരു പ്രൊസീജിയർ ആയിരിക്കും ചിലപ്പോൾ. അപ്പൊ അങ്ങനെ വരുമ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പേഷ്യൻസിനെ കംപ്ലീറ്റ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക, അതിന്റെ കൗൺസിലിംഗ് സെഷൻസ് ഉണ്ടാവുക, എംബ്രിയോളജി കൗൺസിലിംഗ് ഉണ്ടാവാറുണ്ട്, നമ്മുടെ ഹോസ്പിറ്റലിലെ OP-യിലെ കൗൺസിലിംഗ്സ് ഉണ്ടാവാറുണ്ട്. കൗൺസിലിംഗ് കഴിഞ്ഞതിന് ശേഷം എന്നിട്ടാണ് നമ്മൾ ഓരോ പ്രൊസീജിയറിലോട്ടും കടക്കുന്നത്. അപ്പോൾ IVF സക്സസ് റേറ്റ്സ് നമ്മുടെ ഈ പല വന്ധ്യതയുടെ പല ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് എടുത്താലും ഞാൻ നേരത്തെ പറഞ്ഞു നോർമലായി ട്രൈ ചെയ്യുന്ന ഒരു 8-10% ആണെങ്കിൽ IUIക്ക് ഒരു 12-15% IVF-നകത്ത് നമുക്ക് അതിൻ്റെ ഒരു 3 ഇരട്ടി തീർച്ചയായിട്ടും ഒരു 45-55 to maybe 60-65% വരെ മാക്സിമം നല്ല കേസുകൾ നമുക്ക് കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ സക്സസ് റേറ്റുകൾ IVF-ന് കുറെ കൂടെ കൂടുതലാണ്. അതിന്റെ സക്സസ് റേറ്റ്സ് കൂട്ടാനായിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പം പേഷ്യന്റിന്റെ തുടങ്ങുന്ന പ്ലാനിങ് ഉൾപ്പെടെ അപ്പൊ അവർക്കൊരു IVF ഉപയോഗിക്കുമ്പോൾ 2-3 ടൈപ്പ് പ്രോട്ടോകോളുകളാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ പല പേഷ്യൻസ് പറയാറുണ്ട്, ഇവൻ നെഗറ്റീവായിട്ട് വരുന്ന പേഷ്യൻസോ അല്ലെങ്കിൽ വേറെ പല സെന്റേഴ്സിൽ കാണിച്ച് വരുമ്പോഴൊക്കെ അപ്പോൾ നിങ്ങൾ 2 IVF കഴിഞ്ഞു 3 IVF കഴിഞ്ഞു നമുക്ക് ഇനിയും പോസിറ്റീവ് ആകാൻ പറ്റുമോ? അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ IVF-നെ ശരിക്കും 2-3 പ്രോട്ടോകോളിലൂടെ നമുക്ക് സ്റ്റിമുലേറ്റ് ചെയ്യാനും ഇഞ്ചക്ഷൻസ് എടുക്കാനും പറ്റും. ചിലപ്പോൾ ഒരു ലോങ് പ്രോട്ടോകോൾ സക്സസ്ഫുൾ ആയിട്ടില്ലെങ്കിൽ നമുക്ക് ആന്റഗോണിസ്റ്റ് ശരിയാവും, ചിലപ്പോൾ ആന്റഗോണിസ്റ്റിൽ വർക്ക്ഔട്ട് ആയാലും നമുക്ക് വേറെ ഫ്ലോയർ പ്രോട്ടോകോൾ. സോ അങ്ങനെ പല പ്രോട്ടോകോളുകളിലൂടെ നമുക്ക് സക്സസ് റേറ്റ്സ് കൂട്ടിയെടുക്കാനായിട്ട് പറ്റും. അതിൽ ഉപയോഗിക്കുന്ന ഇഞ്ചക്ഷൻസ് നമുക്ക് സക്സസ് റേറ്റ് കൂട്ടാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഇഞ്ചക്ഷൻസും അത്യാവശ്യം നല്ല റീസണബിൾ ആയിട്ടുള്ള ഒരു ഡോസിൽ എടുത്ത് പരമാവധി അവരുടെ എഗ്ഗുകൾ കിട്ടാനായിട്ടുള്ള സാധ്യതയിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ എഗ്ഗുകൾ കിട്ടാനും അതിലൂടെ കുറെ കൂടെ നല്ല എംബ്രിയോസ് കിട്ടാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. എപ്പോഴും ഒരു എക്സ്പീരിയൻസ് ഓഫ് ദ ടീം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിസൾട്ടിന് ഏറ്റവും പ്രധാനപ്പെട്ട വേണ്ട മൂന്നാമത്തെ ഒരു ഘടകം എന്ന് നമ്മൾ വിശ്വസിക്കുന്ന കാര്യം അതാണ്. കാര്യം നല്ലൊരു ടീം ഓഫ് ഡോക്ടേഴ്സ്, ഇപ്പം നമ്മളിപ്പം 4-5 പേരുടെ ടീം ഓഫ് ഡോക്ടേഴ്സ് ആണ്. അപ്പൊ നമ്മൾ ആ ഒരു പേഷ്യന്റിനെ നോക്കുമ്പോൾ അവരുടെ ഒരു കേസ് ഡിസ്കഷനാണ് അവിടെ നടക്കുന്നത്. അപ്പൊ അതിലൂടെ വരുന്ന ഒരു ടീം, അതുപോലെ ടീം ഓഫ് എംബ്രിയോളജിസ്റ്റ്, അവരും ഈ പറയുന്ന പോലെ എല്ലാ ദിവസവും എംബ്രിയോളജി ലാബിൽ വർക്ക് ചെയ്യുകയും കണ്ടിന്യൂസ് ആയിട്ട് കേസുകൾ IVF ചെയ്യുന്ന ഒരു സിസ്റ്റത്തിനകത്ത് വർക്ക് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ പേഷ്യൻ. ഡോക്ടർ വ്യക്തമാണ്. നമ്മളൊരു പ്രേക്ഷക ചേരുന്നുണ്ട്, തിരുവനന്തപുരത്ത് നിന്ന് ബിന്ദുവാണ്. ബിന്ദു ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, പറഞ്ഞോളൂ ബിന്ദു. ഹലോ, പറഞ്ഞോളൂ, കേക്കാം പറഞ്ഞോളൂ. ഡോക്ടറെ, ഇത് എനിക്ക് മുഴ വന്നിട്ട് 1.5 വർഷമായി. 1.5 വർഷമായിട്ട് ഈ മുഴ കൊണ്ട് മെഡിക്കൽ കോളേജിൽ കൊണ്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നു. സംഭവം കാണിച്ചുകൊണ്ടിരുന്നിട്ട് അവര് നീട്ടി കൊണ്ടുപോകണം. ഇതുവരെ ഒന്നും ചെയ്തില്ല. ഇപ്പം മുഴ വന്ന് നമ്മളിപ്പം രണ്ടാമത് എനിക്ക് വയറുവേദനയായിരുന്നു ഈ ഇടയ്ക്ക് കഴിഞ്ഞ മാസം. വയറുവേദന, മൂത്രം ഒഴിക്കുമ്പോൾ ഭയങ്കര സമയം ഒഴിക്കുമ്പോൾ ബാത്റൂമിൽ പോകും, മൂത്രം നിൽക്കണ നിലയ്ക്ക് മൂത്രം പോകും. അങ്ങനെ ഞാൻ പോയി കാണിച്ചപ്പം അവിടെ തെക്കേട് ഡോക്ടർ പറഞ്ഞ് സംഭവം മൂത്രത്തിൽ പഴുപ്പെന്ന് പറഞ്ഞു. അങ്ങനെ അതിലും ഗുളിക കഴിച്ചുകൊണ്ടിരുന്നിട്ട് രണ്ടാമത് ഇപ്പം ഓപ്പറേഷത്തിന് വേണ്ടി എല്ലാം ശരിയാക്കിയിട്ട് അവരിപ്പം പറയണത് ഓപ്പറേഷൻ ചെയ്യില്ല, മെഡിക്കൽ കോളേജിലോട്ട് പറഞ്ഞു വിട്ടു. മെഡിക്കൽ കോളേജിൽ പറഞ്ഞു വിട്ടു. പക്ഷേ ഡോക്ടറെ ഇപ്പം അവര് പറയണത് മൊത്തം ചെക്ക് ചെയ്യണം, തൈറോയ്ഡ്, BP, കൊളസ്ട്രോൾ എല്ലാം നോക്കിയിട്ട് ഇപ്പൊ അവര് പറയണത് വെള്ളിയാഴ്ച നീട്ടി വെച്ചേക്കുന്നു ഡോക്ടറെ. ഇപ്പൊ എനിക്ക് വയറ് ഭയങ്കര വേദന, അടിവയറ്, ഈ ഗർഭത്തിന് താഴെ അവിടെ ഭയങ്കര വേദന, വയറിന്റെ സൈഡ് കുറുക്ക്, നട്ടലും, ഇരിക്കാനും വയ്യ നിൽക്കാനും വയ്യ, ഭയങ്കര കണ്ടീഷനാണ്. നമ്മളിപ്പോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കുകയാണ്, ഒരു നിവൃത്തിയില്ല. ബിന്ദുവിന് വയസ്സ് എത്രയായി, പ്രായം എത്രയായി ബിന്ദു? എനിക്ക് വയസ്സ് 48 വയസ്സായി. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നില്ലല്ലോ അല്ലേ? ഇല്ല, കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞ് 48 വയസ്സായിരുന്നു സാറേ ഡോക്ടറെ. അതെ, അപ്പൊ ഞാൻ പറയുന്നേ, നമ്മൾ ഈ പറയുന്ന പോലെ ഇപ്പം ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ വയറുവേദന അങ്ങനെ കുറച്ച് സംഭവങ്ങളാണ്. അപ്പൊ ഇതിനകത്ത് എന്താണ് ഡോക്ടർ, ഫൈബ്രോയിഡിന്റെ മുഴയുടെ വലിപ്പം എത്രയുണ്ട്? മൊത്തം ഇറങ്ങി വലിയ മുഴയെന്ന് പറഞ്ഞു. മെഡിക്കൽ തെക്കേട് കൊണ്ട് കാണിച്ചപ്പോൾ വലിയ മുഴയാണ് എന്ന് പറഞ്ഞ് ഓപ്പറേഷൻ ചെയ്യാന്നെല്ലാം പറഞ്ഞു. ഓക്കെ ആയി, മുഴ മാത്രം എടുത്തു കളയാന്ന് പറഞ്ഞു, ഗർഭാശയം എടുക്കൂലെന്ന് പറഞ്ഞു. ശരി, അപ്പൊ ഇതിനകത്ത് കീ ഹോൾ ആയിട്ട് ചെയ്യാന്നാണോ പറഞ്ഞേ, അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് ചെയ്യണം എന്നാണോ പറഞ്ഞേ? ഓപ്പണായിട്ട് എടുത്തു കളയാന്ന്. ശരി, അപ്പൊ ഞാൻ ഇത് കേൾക്കുമ്പോൾ മനസ്സിലാവുന്ന ബിന്ദു, അപ്പൊ ഇത്
ഈ പറയുന്ന പോലെ നമുക്ക് ഈ ഫൈബ്രോയിഡ്, അതായത് സർജറി ചെയ്ത് ഈ മുഴ മാറ്റേണ്ട ഒരു ആവശ്യമുണ്ട്. അത് ഗർഭപാത്രം നിലനിർത്തിക്കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണെങ്കിൽ അത് തന്നെ ആയിരിക്കും നല്ലത്. അത് കുറച്ചും കൂടെ വലിയൊരു മുഴയായതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ ലക്കി ഹോളിൽ അല്ല ഓപ്പൺ സർജറിയിലൂടെ ചെയ്യാൻ പറ്റുക എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്തത്. അത് തീർച്ചയായിട്ടും ഈ വെള്ളിയാഴ്ചയോടുകൂടി അത് മിക്കവാറും ചെയ്യേണ്ടതാണ്. അത് ഡോക്ടേഴ്സ് വളരെ നല്ല രീതിയിൽ ചെയ്തോളൂ. അപ്പോൾ ഇതിനകത്ത് അത് ചെയ്യുമ്പോൾ ഈ ഫൈബ്രോയിഡ് മാറ്റി ഇത്ര വലിയ മുഴയൊക്കെ മാറിക്കഴിയുമ്പോൾ ആ വയറുവേദനയും ആ ബുദ്ധിമുട്ടുകളും പ്രത്യേകിച്ച് യൂറിൻ അതിൻ്റെ കാര്യങ്ങളും ഒക്കെ മാറാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ മുഴകൾ ഈ ഫൈബ്രോയിഡ് സർജറി നീക്കം ചെയ്ത് കഴിയുമ്പോൾ ഈ പ്രോബ്ലംസ് കുറേ മാറും. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സർജറി ചെയ്യണം, ചെയ്യാതിരിക്കരുത് കേട്ടോ. അപ്പോൾ അതിലൂടെ അതിനകത്ത് വ്യത്യാസങ്ങൾ വരികയും ചെയ്യും. ഓക്കെ, ശരി ഡോക്ടർ, പ്രേക്ഷകയ്ക്ക് വ്യക്തമെന്ന് മനസ്സിലാക്കുന്നു. വന്ധ്യതയെക്കുറിച്ചും നൂതന ചികിത്സാ മാർഗങ്ങളെക്കുറിച്ചുമാണ് ഹലോ ഡോക്ടറുടെ ഇന്ന് നമ്മൾ സംസാരിച്ചത്. നമുക്കൊപ്പം ഉണ്ടായിരുന്നത് തിരുവനന്തപുരം യാന ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽസിന്റെ ഡയറക്ടറും അതുപോലെ തന്നെ ചീഫ് കൺസൾട്ടന്റുമായിട്ടുള്ള ഡോക്ടർ വിവേക് പോൾ വിദ്യത്തിലാണ്. ഡോക്ടർ നന്ദി. ഹലോ ഡോക്ടറിന്റെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുന്നു.